ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് പൈപ്പിൻ്റെ എന്തോ ഒരു ഇതായിട്ട് ലീക്കായിട്ട് എന്തോ വെള്ളം എന്തോ പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ മേലേക്ക് ഇങ്ങനെ ടെറസിൻ്റെ മേലേക്ക് പോയി നോക്കിയപ്പോഴാണ് വെള്ളമൊക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കണം. അപ്പോൾ പൂച്ച വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വെള്ളം ഇങ്ങനെ പോകണേ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നാലെ ഇവനും ചാടിക്കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനക്ക് ഞാൻ എടുക്കണേ വേണ്ടി ഇവൻ കരയുക കേട്ടോ. എൻ്റെ പിന്നാലെ തൂങ്ങിയിട്ട് ഇവൻ എടുക്കണേ വേണ്ടി ഇങ്ങനെ കരയുക. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദോശയും ചട്നിയും ചമ്മന്തിയോ അതെന്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പകുതി ആയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് അവനും ഫുഡ് കഴിക്കുന്നുണ്ട്. അവനക്കും ഞാൻ ദോശ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണോണ്ട് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി കേട്ടോ. പിന്നെ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കണത്. ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ചായ കുടിച്ചു. പക്ഷേ ദോശ കഴിക്കുമ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. പിന്നെ ചായയും ബർക്കോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നൊരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ 1:30 ആയപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മീൻ പൊരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അയിലയാണോ എന്താണോ മീനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അയിലയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അയില ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കാൻ വേണ്ടി പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴുകിയിട്ട് നിൽക്കുമ്പോഴാണ് കഴുകിയിട്ട് ഇങ്ങനെ മീനിങ്ങനെ ഓഫാക്കിയിട്ട് ഇങ്ങനെ ചോറെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് എൻ്റെ ഉപ്പ വന്നിട്ട് ബിരിയാണി കൊണ്ടുവന്നു തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ് പുറത്തത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ഇവിടെ തലശ്ശേരി എന്ന് പറഞ്ഞൊരു കടയിലുണ്ട്, അടിപൊളി സെറ്റ് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഉപ്പാക്ക് ചോറ് വിളമ്പി കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ 2 ചെറിയൊരു പാത്രം കണ്ടില്ലേ, ഒന്നിൽ അച്ചാറും ഒന്നിൽ കച്ചമ്പറുമാണ് കേട്ടോ, സാലഡുമാണ്. അപ്പോൾ അതിൽ വന്നിട്ട് മറ്റേ സാലഡ് തീരെ കമ്മിയാണ് കേട്ടോ. ഉള്ളിക്ക് വില കൂടിയതുകൊണ്ടാണെന്നാണ് എൻ്റെ ഉപ്പ പറഞ്ഞ്. അങ്ങനെ തന്നെ ആയിരിക്കും, മേ ബി അതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചോറ് ഇത്ര മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. പിന്നെ ഇതാ നിങ്ങൾക്ക് ഞാൻ ബിരിയാണി തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. ചിക്കൻ്റെ ബിരിയാണിയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ കടയത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നിട്ട് ഞാൻ വൈകുന്നേരമായിട്ടോ ഗൈസ്. വൈകുന്നേരമായപ്പോഴാണ് പറയുന്നത് പാടത്തേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ പാടത്തേക്ക് വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മുടിയൊക്കെ കെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാടത്തേക്ക് വേണ്ടിയിട്ട്, അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാടം. കണ്ണാണ്ടില്ലേ, സൂം ചെയ്തിട്ട് ക്ലിയർ കുറച്ച് കമ്മിയാണ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങണ ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. പിന്നെ ഇറങ്ങി വരണ ആ ഒരു സ്പേസിൽ തന്നെ ഒരു ചാലുമാതിരി ഓരോ സംഭവം അങ്ങനൊരു ഇതുണ്ട് കേട്ടോ. ഒരു ഇറക്കമാണ്. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ടിട്ട് നല്ലൊരു കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ പോകുന്നൊരു സംഭവം. നല്ല ഞാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കടന്നിട്ടാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ടല്ലോ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ വന്നിരിക്കാനായിട്ട്. പിന്നെ ഇതാ അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിങ്ങനെ വ്ളോഗ് എടുക്കണ കാരണം ഫ്രണ്ടിൽ ഫ്രണ്ടിൽ പോയി. പിന്നെ ഈ വരമ്പും കാര്യങ്ങളൊക്കെ നല്ല പണി ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പോകാനായിട്ട്. പിന്നെ ട്രെയിനൊക്കെ ഇതാ പോകുന്നുണ്ട്. ട്രെയിൻ നല്ല സൂം ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്, നല്ല ലോങ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് നേരെ ബാക്കിലുള്ളൊരു തെങ്ങിൻ്റെ ഒരു കവുങ്ങിൻ്റെ എന്തോ എനിക്ക് നേരെ കറക്റ്റായിട്ട് അറിയില്ല, അതൊരു തോട്ടാണ്. പിന്നെ ഇതാണ്ടില്ല അവർ ബാക്കിൽ, ഞാൻ ഫ്രണ്ടിൽ. ഞാൻ വ്ളോഗ് എടുക്കണ കാരണം ഞാൻ ഫ്രണ്ടിൽ വരാം, അവരിനൊന്നും പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ നടന്നപ്പോഴാണ് ഇത് കുളമാണ് കേട്ടോ ഗൈസ്. 2 കുട്ടികളവിടെ ഉണ്ട്, മീൻ എന്തോ പിടിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവരുടെ അടുത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ഇവിടെ 2-3-4 കുളങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. ഇതാണ് ഒരു കുളം. ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കുളമാണ്. ഇതിൽ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൽ കാണുന്നില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയുടെ അടുത്തൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കാം, മീൻ പിടിക്കണോ, മീൻ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. നല്ല ആളുണ്ട്. കുളിക്കണം തിരുമണ കുളമൊക്കെ തന്നെയാണ്, പക്ഷെ നല്ല പകുതി മുക്കാലും ചണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇതാണ്.
അപ്പോൾ ഞങ്ങൾ പിന്നെ ആ കുട്ടീൻ്റെ അടുത്തേക്ക് പോയിട്ട് മീൻ എന്തൊക്കെയോ അവൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളം ഇങ്ങനെ കാണിച്ചു തരാണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റപ്പ് ഒരു കുഴപ്പമില്ലാത്തൊരിത്. പിന്നെ അതാ മീൻ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും 2-3 ഒക്കെ ഉണ്ട് തോന്നുന്നു, എന്താണെന്നറിയില്ല. അവർ നല്ല ഗെറ്റപ്പിലാട്ടോ വന്നു. പിന്നെ ഇത് ഞങ്ങൾ ആഴുണ്ടോയെന്ന് ഇങ്ങനെ നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് ആമ്പൽ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആമ്പൽ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പോയി. പിന്നെ ഇതാണ് അടുത്ത കുളം കേട്ടോ. ഈ കുളത്തിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുളമായിരുന്നു കേട്ടോ ഞാൻ ചെറുതാവുന്ന സമയത്തൊക്കെ. പക്ഷെ ഇപ്പോൾ ആരും യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫുള്ള് ഇതായിട്ട് പൂപ്പലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആരും യൂസ് ചെയ്യുന്നില്ല. തൊട്ടിപ്പുറത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ, ആ കുളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു കുറച്ച് അങ്ങോട്ട് നടന്നതിന് വേറൊരു കുളമുണ്ട്. ആ കുളത്ത് ആദ്യം മീനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഗൈസ്, ഒരു മരം കണ്ടില്ലേ, ആ 2 മരം ഇങ്ങനെ നിൽക്കണം, അവിടെയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ചെറിയൊരു നേരത്തെ കാണിച്ച പോലെ ചെറിയൊരു ചാല് പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ ആദ്യം മീനും കാര്യങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുളത്തിൽ വന്നിട്ട്. ഈ കുളം ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. കുളത്തിനൊക്കെ എന്തൊക്കെയൊക്കെയോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ചേറ് പോലത്തുള്ള വെള്ളമാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ വന്നിട്ടൊക്കെ കുറച്ചായി. പിന്നെ ഇങ്ങനെ ഒരു 5:30-5:45 ഞങ്ങളിങ്ങനെ റിട്ടേൺ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എവിടെ ഇരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നടക്കുക. ആ കുട്ടികളെ കണ്ടായിരുന്നു അങ്ങനെ നടക്കുക. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സ്കൈ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നില്ല കേട്ടോ ഗൈസ്. മഗ്‌രിബ് പോകാൻ കൊടുത്തപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി. അതാ വീടിൻ്റെ അവിടെ ഇങ്ങനെ എത്താനായി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.